പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനവുമായിട്ട് ഒരിക്കൽ കൂടെ സന്ധിക്കുവാൻ ലഭിച്ച നല്ല സമയത്തിനായിട്ട്, പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ താല്പര്യപ്പെടുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. നാം ആരും ആഗ്രഹിച്ചിട്ടോ തിരഞ്ഞെടുത്തിട്ടോ അല്ല ഈ ഭൂമിയിലേക്ക് നാം വരുവാനിടയായിത്തീർന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ആരുടെയും അനുവാദത്തോടു കൂടെയല്ല നാം ഇവിടേക്ക് വരുവാനിടയായിത്തീർന്നത്. ദൈവമാണ് നമ്മെ ഈ ഭൂമിയിൽ ആക്കി വയ്ക്കുവാനിടയായിത്തീർന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളായിരിക്കുന്ന ജോലി, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവമാണ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എങ്ങനെ ഇത് തരണം ചെയ്യുമെന്നോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഓർപ്പിക്കട്ടെ, ദൈവമാണ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്. നിങ്ങളകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിശ്ചയമായും ദൈവത്തിന് വഴികൾ ഉണ്ട്. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നല്ലൊരു ഉദാഹരണമാണ് ഏലിയാവ്. ഏലിയാവ് തൻ്റെ ജീവിതത്തിൽ മതി, യഹോവേ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞ് മരിക്കുവാൻ ആഗ്രഹിച്ച സാഹചര്യം നമുക്കറിയാം. പക്ഷേ ഏലിയാവ് അവിടെ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കുകയല്ല, വലിയ ഒരു ദൗത്യത്തിനു വേണ്ടി ദൈവം ഏലിയാവിനെ മുൻപോട്ട് അയക്കുകയായിരുന്നു. അപ്പം നമ്മായിരിക്കുന്ന പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഓർക്കുക, നമുക്ക് ആയുഷ്യ തന്ന്, ആരോഗ്യം തന്ന്, ജീവിതം തന്ന് ഇന്നും നമ്മെ നിർത്തിയിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതിയിൽ ആശ്രയിച്ച് മുന്നേറാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ തന്നെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആമേൻ, ഇയ്യോബിൻ്റെ വാക്കുകൾ പ്രസക്തമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാം. ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ സ്വൈര്യ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് മദ്യപാനത്തിനും മയക്കുമരുന്നിലും ഇതര അനുഭവങ്ങളിലേക്കും വഴുതി വീഴുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ ഓർപ്പിക്കട്ടെ, അത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൂട്ടുന്നതല്ലാതെ, അത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരുന്നതല്ല. ആത്മഹത്യ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം തരത്തില്ല. മദ്യപാനം ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം തരത്തില്ല. മയക്കുമരുന്ന് ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം തരത്തില്ല. അവയൊക്കെ നമ്മുടെ പ്രശ്നം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ.